ഹയർ സ്റ്റഡീസിന് കോഴ്സുകൾ ഒപ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മളുടെ താല്പര്യം, കഴിവ്, അഭിരുചി എന്നൊക്കെയാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ പോലും അതിന്റെ കൂടെ ആ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ അതിനത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ പരിഗണിക്കണം. സപ്പോസ് നമ്മൾ 2028-30 കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നതെങ്കിൽ ആ സമയത്ത് നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല വരുമാനവും അതേപോലെ തന്നെ നല്ല സോഷ്യൽ സ്റ്റാറ്റസും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് സസ്റ്റൈനബിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഓരോ സ്ഥാപനത്തിലും അതിൻ്റെ സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രവർത്തനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പരമാവധി റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഫുട് പ്രിന്റിന്റെ അളവുകളൊക്കെ കുറച്ചുകൊണ്ട് സ്ഥാപനത്തെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ഓരോ സ്പെഷ്യലിസ്റ്റുമാരെ ആവശ്യമുണ്ട്. അങ്ങനെ വരുന്നവരാണ് ഈ ഒരു ജോലിയിലേക്ക് സ്വാഭാവികമായിട്ടും പ്രവേശിക്കുന്നത്. സസ്റ്റൈനബിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എക്കോസിസ്റ്റം നിലനിർത്തുകയും അതേപോലെ തന്നെ ഗോ ഗ്രീൻ, സേവ് ദ പ്ലാനറ്റ് ഇങ്ങനെയുള്ള സ്ലോഗൻസുകൾ ഉയർത്തിപ്പിടിച്ചിട്ടായിരിക്കും ഇവരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് സർക്കാരും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ആയിരിക്കും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. സാധാരണയായി ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കോഴ്സുകൾ എന്ന് പറയുന്നത് BSc എൻവിയോൺമെന്റൽ സയൻസ്, എൻവിയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ക്ലൈമറ്റോളജി, അഗ്രി ബിസിനസ് തുടങ്ങിയ കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ജോലിയിലേക്ക് നമുക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനും കൂടി സാധിക്കും.